ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 34-ാമത്തെ സൂറത്തുമായ സൂറത്തുൽ മസദാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിന് സൂറത്തുൽ മസദ്, സൂറത്തുൽ ലഹബ്, സൂറത്തു തബ്ബത്ത് എന്നീ പേരുകളുണ്ട്. മസദ് എന്നാൽ ഈത്തപ്പന നാര് അല്ലെങ്കിൽ പിരിച്ച നാര് എന്നൊക്കെയാണ് അർത്ഥം. ലഹബ് എന്നാൽ ജ്വാല എന്നും തബ്ബത്ത് എന്നാൽ നശിച്ചു അല്ലെങ്കിൽ നശിക്കട്ടെ എന്നുമാണ് അർത്ഥം. ഈ പദങ്ങളെല്ലാം ഈ സൂറത്തിൽ വന്നവയാണ്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ ആകെ 5 ആയത്തുകളാണുള്ളത്. 5 ആയത്തുകൾ മാത്രമുള്ള 4 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. 97-ാമത്തെ സൂറത്ത് അൽ ഖദർ, 105-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫീൽ, 113-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖ്, പിന്നെ ഈ സൂറത്തും. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ് എന്നിവയെപ്പോലെ ഈ സൂറത്തിലെയും എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് കൽക്കലയുടെ അക്ഷരങ്ങളിലാണ്. നമുക്കറിയാം, കൽക്കലയുടെ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. ഖുത്തുബുജദ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. ഇതിൽ ബാ, ദാല് എന്നീ അക്ഷരങ്ങളാണ് ഈ സൂറത്തിലെ ആയത്തുകളുടെ അവസാനത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്ത് ഷുഅറായിലെ 214-ാമത്തെ ആയത്ത് പ്രകാരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു വിവരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് അള്ളാഹു എന്നെ അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിച്ചിട്ടുണ്ട് എന്നും ഏകനായ ആ അള്ളാഹുവിനെ ആരാധിക്കണമെന്നുള്ള ഒരു വിവരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൽ കയറിയിട്ട് സ്വന്തം കുടുംബത്തിലെയും ആ ഗോത്രങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് അവരോട് സംസാരിക്കുന്ന രംഗമുണ്ട്. അവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കാര്യം. അത് കേട്ട സമയത്ത് അബൂലഹബ് വളരെ ദേഷ്യത്തോടു കൂടി, കൈയെല്ലാം കുടഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി പോകുന്നുണ്ട്. തബ്ബല്ലക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പോകുന്നുണ്ട്. അതാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു രൂപത്തിൽ തബ്ബൻ ലക എന്ന്, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ വാക്കുപയോഗിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിൻ്റെ തുടക്കവും. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ പരിചയപ്പെടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു അല്ലെങ്കിൽ നശിക്കട്ടെ എന്നാണ് അർത്ഥം. ഈ മാളിയായ പദങ്ങൾ പലപ്പോഴും ഒരു തേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ജസാക്കല്ലാ ഖൈർ എന്നൊക്കെ പറയില്ലേ, ജസാക്ക എന്ന് പറഞ്ഞത് അർത്ഥം, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ്. പക്ഷേ ജസാക്കല്ലാ ഖൈർ എന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകി എന്നല്ല, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. അതൊരു തേട്ടമാണ്, ഒരു പ്രാർത്ഥനയാണ്. ജസാക്ക, താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. താങ്കൾക്ക് പ്രതിഫലം നൽകി എന്നും അർത്ഥമുണ്ട്, താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തേട്ടത്തിന് വേണ്ടി മാളിയായ പദങ്ങൾ ഉപയോഗിക്കും. അതേപോലെ റഹിമഹുല്ല പലപ്പോഴും പറയാറുണ്ടല്ലോ മരിച്ച ആളുകളെ പറ്റി. റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തിന് കാരുണ്യം ചെയ്തു എന്നല്ല, കാരുണ്യം ചെയ്യട്ടെ എന്നാണ് അവിടെ അർത്ഥം. രണ്ടർത്ഥവും അതിനുണ്ട്. റഹിമ എന്ന് പറഞ്ഞാൽ കാരുണ്യം ചെയ്തു എന്നുണ്ട്, കാരുണ്യം ചെയ്യട്ടെ എന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരുണ്യം ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ റളിയല്ലാഹു, റളിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു എന്നാണ്. പക്ഷേ നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അവിടെ റളിയ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടട്ടെ, ആ ഒരു തേട്ടമാണ്, ഒരു പ്രാർത്ഥനയാണ്. ശരി, ഇവിടെ തബ്ബത്ത് നശിക്കട്ടെ. എന്തുകൊണ്ട് തബ്ബത്ത് അവസാനത്തിലൊരു താ വന്നു? തബ്ബ എന്ന് പറഞ്ഞാലും നശിച്ചു എന്നാണ്, തബ്ബത്ത് എന്ന് പറഞ്ഞാലും നശിച്ചു എന്നാണ്. രണ്ടും മാളിയായ പദങ്ങളാണ്. പക്ഷേ ഇവിടെ സ്ത്രീലിംഗ രൂപമാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ താ ഉപയോഗിച്ചിട്ട് തബ്ബത്ത് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് സ്ത്രീലിംഗാക്കി? അത് അതിന് ശേഷം വരുന്നത് സ്ത്രീലിംഗ പദം ആയതുകൊണ്ടാണ്. എന്തിനെ പറ്റിയാണോ പറയുന്നത് അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. വിശദമായി നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. ഇവിടെ ഇതിന് ശേഷം വരുന്ന യഥാ എന്നുള്ള പദം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്
തബ്ബത്ത് എന്ന് ഉപയോഗിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ തബ്ബ എന്ന് ഉപയോഗിച്ചാൽ മതി, രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ തബ്ബത്ത് നശിക്കട്ടെ അല്ലെങ്കിൽ നശിച്ചു. എന്ത് നശിച്ചു? യഥാ അബീ ലഹബ്. യഥാ എന്ന് പറഞ്ഞാൽ ഇരു കൈകൾ, രണ്ട് കൈകൾ. യദുൻ എന്ന് പറഞ്ഞാൽ കൈ, യദാനി രണ്ട് കൈകൾ. ആ യദാനി എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് കളഞ്ഞതാണ് യഥാ എന്നുള്ളത്. അതെന്തുകൊണ്ട് കളഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ യഥാ രണ്ട് കൈകൾ, തബ്ബത്ത് യഥാ രണ്ട് കൈകൾ നശിക്കട്ടെ അല്ലെങ്കിൽ രണ്ട് കൈകൾ നശിച്ചു. ആരുടെ? അബീ ലഹബിൻ, അബൂലഹബിൻ്റെ. അബീ ലഹബ് എന്താ ഉപയോഗിക്കാൻ കാരണം? അബൂലഹബ് എന്നുള്ളതിന് പകരം അതും നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. എന്തുകൊണ്ട് അബൂ എന്നുള്ളത് അബി എന്നായി എന്നൊക്കെ. അപ്പോൾ അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ. വ തബ്ബ്, അവിടെ നോക്കൂ, അവിടെ വ തബ്ബത്ത് എന്നല്ല, തുടക്കത്തിൽ തബ്ബത്ത് എന്നാണ്, ഇവിടെ വ തബ്ബ എന്നാണ്. ഇവിടെ താ ഉപയോഗിക്കാതെയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ത്രീലിംഗ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. തബ്ബ നശിച്ചു. അപ്പോൾ വ തബ്ബ നശിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവനും നശിക്കട്ടെ എന്നുള്ള അർത്ഥം. വ തബ്ബ എന്ന് പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചത്. തുടക്കത്തിൽ തബ്ബത്ത് എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിലും. സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം അതിനുശേഷം വന്ന പദം സ്ത്രീലിംഗം ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വ തബ്ബ എന്നുള്ളത് നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൈകളെക്കുറിച്ചല്ല എന്നുള്ള വ്യക്തമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെയും തബ്ബത്ത് എന്ന് ഉപയോഗിക്കും, സ്ത്രീലിംഗം ഉപയോഗിക്കും. ഇവിടെ പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവനെ തന്നെ, അബൂലഹബിനെ തന്നെയാണ് പറഞ്ഞത്. അവൻ നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവനും നശിച്ചിരിക്കുന്നു എന്ന് അവനെയാണ് പറഞ്ഞത് പുല്ലിംഗ രൂപത്തിലായതുകൊണ്ട്. അതേസമയം ഇവിടെയും തബ്ബത്ത് എന്നായിരുന്നുവെങ്കിൽ ഇത് ആ കൈകളെക്കുറിച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതല്ല, ഇവിടെ പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് കൈകളെക്കുറിച്ചല്ല, ഇത് ആ അബൂലഹബിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചു, അവൻ നശിച്ചു. വ തബ്ബ അവനും നശിച്ചു, അല്ലെങ്കിൽ അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ രൂപത്തിലും കൊടുക്കാം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം തബ്ബത്ത് യഥാ അബീ ലഹബിൻ വ തബ്ബ്. അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അല്ലെങ്കിൽ അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിച്ചു, അവനും നശിച്ചു, അല്ലെങ്കിൽ അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്തായത്ത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന അൻ. അഗ്ന അൻ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടു എന്നാണ്, പ്രയോജനപ്പെട്ടു. അഗ്ന അൻ. അതിൻ്റെ മുമ്പിൽ മാ എന്ന് ചേർക്കുമ്പോൾ ഉപകാരപ്പെട്ടില്ല, ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. മാ എന്നുള്ളതിന് അങ്ങനെ ഒരു ഇല്ല എന്നുള്ള അർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങളുണ്ട്. ചോദ്യം ചോദിക്കാൻ വേണ്ടി മാ എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്ത്? മാ ഹാദ, ഇതെന്താകുന്നു. അത്ഭുതം കാണിക്കാൻ വേണ്ടി മാ ഉപയോഗിക്കാറുണ്ട്. മാ അജ്മൽ, എന്തൊരു ഭംഗി എന്നുള്ള രൂപത്തിൽ. അതേപോലെ തന്നെ അത്, യാതൊന്ന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാ ഉപയോഗിക്കാറുണ്ട്. പല രൂപത്തിലും പല കാര്യങ്ങൾക്കും മാ ഉപയോഗിക്കാറുണ്ട്. സന്ദർഭത്തിൽ നിന്നാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇവിടെ മാ അഗ്ന അൻ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടില്ല. ഈ അഗ്ന എന്നുള്ളതിനോട് കൂടി ചേർന്നാണ് അൻ എന്നുള്ള പദം മനസ്സിലാക്കേണ്ടത്. അൻഹു എന്നുള്ളതിലെ അൻ എന്നുള്ളത് ഈ അഗ്ന എന്നുള്ളതിനോട് കൂടി ചേർത്തി അർത്ഥം പറയണം. അഗ്ന അൻ ഉപകാരപ്പെട്ടു, പ്രയോജനപ്പെട്ടു. മാ അഗ്ന അൻ ഉപകാരപ്പെട്ടില്ല, പ്രയോജനപ്പെട്ടില്ല. ഹു അവന്. മാ അഗ്ന അൻഹു അവന് ഉപകാരപ്പെട്ടില്ല, അവന് പ്രയോജനപ്പെട്ടില്ല. എന്ത്? മാലുഹു. മാൽ എന്ന് പറഞ്ഞാൽ ധനം. മാലുഹു അവൻ്റെ ധനം. വമാ കസബ, വാവ് അത്തിഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും, അല്ലെങ്കിൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. മാ കസബ. കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു. മാ കസബ, ഇവിടെ മാ എന്നുള്ളതിന് ഇല്ല എന്നുള്ള അർത്ഥമല്ല കൊടുക്കേണ്ടത്. നമ്മൾ തുടക്കത്തിൽ മാ അഗ്ന എന്നുള്ളതിന് അവിടെ ഇല്ല എന്നുള്ള അർത്ഥം കൊടുത്തു. എന്നാൽ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ അത്, യാതൊന്ന് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വമാ കസബ, കസബ സമ്പാദിച്ചു, മാ കസബ സമ്പാദിച്ചത്. വമാ കസബ അവൻ സമ്പാദിച്ചതും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവന് അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചതും പ്രയോജനപ്പെട്ടില്ല, ഉപകാരപ്പെട്ടില്ല. അടുത്തായത്ത് സയസ്ല നാറൻ സാത്ത ലഹബ്. സയസ്ല, സ്വല എന്ന് പറഞ്ഞാൽ കടന്നു, പ്രവേശിച്ചു എന്നർത്ഥമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുക എന്ന് പറയില്ലേ, അങ്ങനെ കിടന്നു, അല്ലെങ്കിൽ പ്രവേശിച്ചു. എരിഞ്ഞു, കത്തി എരിയോലോ, അതിനും പറയും. ഇത് രണ്ടും കൂടെ ചേർന്ന് കടന്നെരിഞ്ഞു എന്നുള്ള അർത്ഥം കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വല എന്ന് പറഞ്ഞാൽ കടന്നെരിഞ്ഞു, തീയിലൊക്കെ കടന്നെരിയുന്നതിനാണ് സ്വല എന്ന് പറയാം. സ്വല്ല എന്നല്ല കേട്ടോ, സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു എന്നാണ്. സ്വല കടന്നെരിഞ്ഞു. അതിൻ്റെ മുളാരിയാണ് യസ്ല, കടന്നെരിയും, കടന്നെരിയുന്നു. രണ്ടർത്ഥങ്ങളുണ്ട് മുളാരിയാകുമ്പോൾ.
പക്ഷെ അതിൻ്റെ മുമ്പിൽ സ എന്ന് വന്നു കഴിഞ്ഞാൽ സ യസുല, അപ്പോൾ ആ ഭാവിയിലുള്ള അർത്ഥം മാത്രമേ കിട്ടുള്ളൂ. സ യസുല, അവൻ കടന്നെരിയും. കടന്നെരിയുന്നു എന്നുള്ള അർത്ഥം കിട്ടൂല. സ യസുല, അവൻ കടന്നെരിയും, അല്ലെങ്കിൽ വഴിയേ അവൻ കടന്നെരിയും. എവിടെ? നാറൻ, തീയിൽ, നരകത്തിൽ എന്നർത്ഥം. നാറൻ, തീയിൽ. എങ്ങനെയുള്ള തീയാണ്? ദാത്ത ലഹബ്. ദാത്ത എന്ന് പറഞ്ഞാൽ ഉള്ള. എന്തുള്ള? ലഹബ്. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല. ദാത്ത ലഹബ്, ജ്വാലയുള്ള. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ജ്വാലയുള്ള നരകത്തിൽ, ജ്വാലയുള്ള തീയിൽ വഴിയെ അവൻ കടന്നെരിയും. അടുത്തായത്ത് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. വംറഅതുഹു, വാവ് അത്ഫിൻ്റെ വാവാണ്. അവൻ മാത്രമല്ല, ഇനി പറയുന്ന ആളും. ഇമ്രഅത്ത്, ഇമ്രു എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് ഇമ്രഅത്ത്. ഇമ്രു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ. ഇമ്രഅത്ത് സ്ത്രീ. നമ്മൾ മർഅത്തുൻ എന്ന് പറയില്ലേ, അതുപോലെ മർഉൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ, മർഅത്തുൻ സ്ത്രീ. അപ്പോൾ ഇവിടെ ഇമ്രഅത്ത് ഉപയോഗിച്ചു, ഒരു സ്ത്രീ അല്ലെങ്കിൽ പെണ്ണ്. ഇമ്രഅത്തുഹു, അവൻ്റെ പെണ്ണ്, അവൻ്റെ സ്ത്രീ. അതിൻ്റെ തുടക്കത്തിൽ വാവ് ചേർത്ത് പറയുമ്പോൾ വമ്രഅത്തുഹു, അവൻ്റെ പെണ്ണും അവൻ്റെ സ്ത്രീയും. ഹമ്മാലത്ത്, ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു, ചുമന്നു എന്നൊക്കെയാണ്. ഭാരം ഏറ്റിക്കൊണ്ടുപോക്ക് ചെയ്യില്ലേ, അപ്പോൾ ഹമല എന്ന് പറയാം. ഭാരം ചുമന്നു, ഭാരം ഏറ്റി നടക്കുന്നതിന് ഹമല. ഹാമിൽ എന്ന് പറഞ്ഞാൽ ചുമക്കുന്നവൻ, ഏറ്റുന്നവൻ. ഹാമിലത്ത്, ചുമക്കുന്നവൾ സ്ത്രീയാണെങ്കിൽ. സാധാരണ ഗർഭിണി എന്നുള്ള അർത്ഥത്തിലും അത് ഉപയോഗിക്കും. ഹമ്മാലത്ത് എന്നുള്ളത് അതിൻ്റെ സിയഗ മുബാലക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അധികരിച്ച രൂപം. അങ്ങേയറ്റം ചുമക്കുന്നവൾ, നല്ലവണ്ണം ചുമക്കുന്നവൾ, സ്ഥിരമായി ചുമക്കുന്നവൾ എന്നൊക്കെ പറയില്ലേ, വളരെ അധികം ചുമക്കുന്നവൾ, അതിനാണ് ഹമ്മാലത്ത് എന്ന് പറയുക. ഹാമിലത്ത് എന്ന് പറഞ്ഞാൽ ചുമക്കുന്നവൾ, ഹമ്മാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ചുമക്കുന്നവൾ. എന്ത്? അൽ ഹത്വബ്, വിറക്. വിറക് ചുമക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ വിറക് ചുമട്ടുകാരി എന്നർത്ഥം കൊടുക്കാം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ്, വിറക് ചുമട്ടുകാരിയായ അവൻ്റെ പെണ്ണും. അടുത്തായത്ത് ഫി ജീദിഹ ഹബലും മിൻ മസദ്. ഫി ജീദിഹ, ജീദ് എന്ന് പറഞ്ഞാൽ കഴുത്ത്. ജീദുഹ, അവളുടെ കഴുത്ത്. അതിൻ്റെ മുമ്പിൽ ഫി വരുമ്പോൾ ഫി ജീദു എന്ന് പറയില്ല, ഫി ജീദി എന്നാണ് പറയുക. ഫി ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്. ഫി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇൽ എന്നുള്ള അർത്ഥമുണ്ട്. ഫി ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്. ഹബിലുൻ, ഹബിൽ എന്ന് പറഞ്ഞാൽ കയറ്. അപ്പോൾ അവളുടെ കഴുത്തിലുണ്ട് എന്ത്? ഹബില്, കയറുണ്ട്. എങ്ങനെയുള്ള കയറാണ്? മിം മസദ്. മസദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന നാര് എന്നർത്ഥം കൊടുക്കാം. ഈത്തപ്പനയുടെ നാര് പിരിച്ചത് എന്നുള്ള അർത്ഥം കൊടുക്കാം. ആ രൂപത്തിലൊക്കെയാണ് അതിനർത്ഥം കൊടുക്കുക. അപ്പോൾ ഹബിലും മിം മസദ്, മിം മസദ്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മസദ് ഈത്തപ്പന നാര്. അപ്പോൾ മിം മസദ് ഈത്തപ്പന നാരിൽ നിന്നുള്ള. ഫി ജീദിഹ ഹബിലും മിം മസദ്, അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്തിൻ്റെ തുടക്കം തബ്ബത്ത് എന്ന പദം കൊണ്ടാണ്. നശിച്ചു അല്ലെങ്കിൽ നശിക്കട്ടെ എന്നാണ് അർത്ഥം. രണ്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ഉറപ്പായിട്ടും നടക്കുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ നല്ലൊരു കുട്ടി ഒരു മോശം കൂട്ടുകെട്ടിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും അവരുടെ കൂടെയാണോ ആ കുട്ടി ഇപ്പോൾ കൂട്ട്, എന്നാൽ ആ കുട്ടി എന്തായാലും നശിച്ചു. എന്തായാലും നശിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ നശിച്ചിട്ടില്ലെങ്കിലും ആ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഉറപ്പായും നശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തബ്ബത്ത് എന്നുള്ളതിന് ഒന്നുകിൽ നശിക്കട്ടെ എന്നുള്ള അർത്ഥം കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരു തേട്ടം, അതൊരു ശാപപ്രാർത്ഥനയൊന്നുമല്ല. അത് നമ്മളെല്ലാവരും, ആരാണോ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവരെല്ലാവരും പറയാണ് ആ അബൂലഹബ് നശിക്കട്ടെ. കാരണം അത്രയധികം മോശമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയതാണ്. അതുകൊണ്ട് അവൻ നശിക്കട്ടെ. ഇനി അതല്ലെങ്കിൽ നശിച്ചു എന്നുള്ള അർത്ഥം, മാദിയായ പദത്തിൻ്റെ നശിച്ചു എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ ഉറപ്പായും നടക്കുന്ന ഒരു സംഗതിയെ അള്ളാഹു ഈ സമയത്ത് തന്നെ നമ്മളോട് ഉറപ്പായിട്ട് പറയാണ്. നശിച്ചു, അവൻ നശിച്ചിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. അവൻ എന്തായാലും നശിച്ചു, അവൻ അതിൽ നിന്നൊരു തിരിച്ചു പോരലില്ല, എന്തായാലും അവൻ നശിച്ചവൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അവൻ നശിച്ചു അല്ലെങ്കിൽ അവൻ നശിക്കട്ടെ, രണ്ടർത്ഥവും അവിടെ കൊടുക്കാം. അപ്പോൾ ആദ്യ ആയത്തിൽ തബ്ബത്ത് യദാ അബി ലഹബിം വതബ്, അബൂ ലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവനും നശിച്ചിട്ടുണ്ട്. ആ രണ്ട് കൈകളും ഒടിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയി എന്നൊക്കെ അർത്ഥം കൊടുക്കാം. അപ്പോൾ അവൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ മൊത്തത്തിൽ നശിച്ചവൻ തന്നെയാണ്.
അവനെ കൊണ്ട് പിന്നെ ഒരു ഉപകാരമില്ല, അല്ലെങ്കിൽ അവന് പിന്നെ ഒരു രക്ഷയില്ല, അവൻ എന്തായാലും നശിച്ചവനാണ്. പിന്നെ അവസാനം വതബ്, അവൻ നശിച്ചിരിക്കുന്നു, അത് ഉറപ്പിച്ച് പറയണം, അവൻ മൊത്തത്തിൽ നശിച്ചിരിക്കുന്നു. ആദ്യം അവൻ്റെ 2 കൈകൾ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ ആ രൂപത്തിലൊക്കെ ഉപയോഗിക്കും. ഇനി ആരാണ് അബൂലഹബ്? അബൂലഹബിൻ്റെ ശരിയായ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സ എന്നത് ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ്. നമുക്കറിയാം ലാത്ത, ഉസ്സ, മനാത്ത, ഇതൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന നല്ല ആളുകളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഈ ഉസ്സയൊക്കെ. ആ ഉസ്സയുടെ അടിമ, അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ ഉസ്സയുടെ അടിമ എന്നാണ്. അങ്ങനെയുള്ളൊരു പേരാണ് അബൂലഹബിനുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന പേര് അബൂലഹബ് എന്നാണ്. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല എന്നാണ് അർത്ഥം. അപ്പോൾ അബൂലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാലയുടെ പിതാവ് എന്നോ, അല്ലെങ്കിൽ ജ്വാലയുടെ ആളെന്നോ, ജ്വാലയുള്ള ആളെന്നോ, നല്ല തിളക്കമുള്ള മുഖമുള്ള ആളെന്നൊക്കെ അർത്ഥം പറയാം. ഈ അബൂ എന്നുള്ളതിന് പിതാവ് എന്ന് മാത്രമല്ല അർത്ഥം, അങ്ങനെയുള്ള ആൾ എന്ന അർത്ഥത്തിലും അബൂ എന്ന് പറയും. അബൂ, അഹു, ഇതൊക്കെ അറബികൾ സാധാരണഗതിയിൽ ചേർത്ത് പറയുമ്പോൾ അതുള്ള ആൾ. അപ്പോൾ അബൂ ലഹബ് ജ്വാലയുടെ ആൾ എന്നുള്ള അർത്ഥവും അതിന് വരാം. അപ്പോൾ ആ രൂപത്തിൽ നല്ല ജ്വാലയുള്ളത് കൊണ്ട്, മുഖത്ത് നല്ല ഒരു പ്രസരിപ്പൊക്കെ ഉള്ളത് കൊണ്ട്, നല്ല സുമുഖനായതുകൊണ്ട്, മുഖത്ത് നല്ല തിളക്കമൊക്കെ ഉള്ളതുകൊണ്ട് അത്തരം പേര് വന്നു എന്നൊക്കെ അർത്ഥം കൊടുക്കുക എന്നൊക്കെ വിശദീകരണം കാണാറുണ്ട്. എന്നാൽ അബൂലഹബിൻ്റെ ആ ഒരു ശരിയായ പേര്, അതായത് അബ്ദുൽ ഉസ്സ എന്നുള്ള ആ പേര് പറയാതെയാണ് ഖുർആൻ അബൂലഹബിനെ ആക്ഷേപിച്ചത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണങ്ങളിലാകാവുന്നത്, ഒന്ന്, ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അബൂലഹബ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. മറ്റൊന്ന്, അബ്ദുൽ ഉസ്സ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒരു വിഗ്രഹത്തിൻ്റെ അടിമ. ഉസ്സയുടെ അടിമ എന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പേരിൽ ഖുർആനിൽ ഒരു വ്യക്തിയെ ഓർക്കപ്പെടേണ്ട എന്നതുകൊണ്ടും ആവാം ആ ഒരു ശരിയായ പേര് ഉപയോഗിക്കാതെ അബൂലഹബ് എന്നുള്ള പേര് ഉപയോഗിച്ചത്. മാത്രവുമല്ല, ഏത് കാലത്തും അബൂലഹബുമാർ ഉണ്ടാകാം. അന്നത്തെ ഒരു കാലത്ത് ഒരു അബ്ദുൽ ഉസ്സ ഉണ്ടെങ്കിൽ പിന്നീട് ഇതേപോലെയുള്ള അബൂലഹബുമാർ പിന്നെയും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ പേര് ഉപയോഗിക്കാതെ ആ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചിരുന്ന പേരാണ് ഉപയോഗിച്ചത്. ഈ സൂറത്തിൻ്റെ സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൻ നസ്റിന് ശേഷമാണ്. ഒരു മഹത്തായ വിജയത്തെക്കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൻ നസ്ർ. ആ സൂറത്തിന് ശേഷമാണ് ഈ ഒരു അബൂലഹബിനെ കുറിച്ച് പറയുന്ന സൂറത്ത് വെച്ചത്. അവിടെയും നമുക്ക് ചിന്തിക്കാൻ പാഠങ്ങളുണ്ട്. അതായത് മഹത്തായ വിജയങ്ങൾക്കിടയിലും അബൂലഹബുമാരെ പ്രതീക്ഷിക്കാം എന്ന്. പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച ഒരേ ഒരു സന്ദർഭം, ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു സൂറത്ത് ഇത് മാത്രമാണ്. ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ ചില ആളുകളെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സൂറത്തിൽ മാത്രമാണ് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത്രയധികം ആക്ഷേപിക്കുന്നത്. അത് അത്രയും ഗൗരവമുള്ള, അള്ളാഹുവിന് അത്രയധികം ദേഷ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കുമല്ലോ. ഇനി ആരായിരുന്നു അബൂലഹബ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ്, അതായത് പിതൃ സഹോദരൻ എന്ന് പറയാം, ഉപ്പാൻ്റെ സഹോദരൻ. ഉപ്പാൻ്റെ സഹോദരനാണ് അബൂലഹബ്. അതായത് ഉപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയോ മൂത്താപ്പയോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകേണ്ട വ്യക്തിയായിരുന്നു ഈ അബൂലഹബ്. അറബികളുടെ ഒരു രീതി അനുസരിച്ച് അവർ ഗോത്രബോധവും കുടുംബബോധവും വർഗ്ഗബോധവും ഒക്കെ നന്നായി ഉള്ളവരാണ്. ഒരു പ്രതിസന്ധിയൊക്കെ വന്നാൽ ഒരു ഗോത്രത്തിലുള്ളവർ ഒരുമിച്ച് നിൽക്കും. എന്നാൽ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര ഉണ്ടെങ്കിലും ആ കുടുംബം ഒന്നിച്ച് നിൽക്കും എന്ത് പ്രശ്നം വന്നാലും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം കുടുംബക്കാർ ഒക്കെ സംരക്ഷിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ദീൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടൊന്നുമില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. പക്ഷേ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതൃ സഹോദരനായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം എതിർക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ക്രൂരമായിട്ടാണ് പെരുമാറിയത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അയൽവാസിയായിരുന്നു അബൂലഹബ്. വളരെയധികം പ്രയാസപ്പെടുത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നേരം വെളുക്കുമ്പോഴേക്ക് മതിലിൻ്റെ മുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒട്ടകത്തിൻ്റെ കുടൽമാല പോലെയുള്ള മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൊക്കെ പോയി ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നാലെ പോയി പ്രയാസപ്പെടുത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മോശം പറയുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ മകൻ അബ്ദുള്ള മരിച്ച സമയത്ത്
അബൂലഹബ് സന്തോഷത്തോടുകൂടി ഖുറൈശി പ്രമാണിമാരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഇന്നത്തോടെ മുഹമ്മദ് വേരറ്റവനായിരിക്കുന്നു, ഇന്നത്തോടെ വേരുകൾ അറ്റുപോയി, ഇനി തലമുറ നിലനിർത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ആ ദുഃഖിക്കേണ്ട സന്ദർഭത്തിലാണ് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ അബൂലഹബിൻ്റെ ഉത്ബ, ഉത്തൈബ എന്നീ 2 മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷം അബൂലഹബ് മക്കളോട് പറഞ്ഞു വിവാഹമോചനം ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ കാണുന്നത് തന്നെ എനിക്ക് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 ആൺമക്കളും അവരുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്തു. ഇതിൽ ഉത്ബ പിന്നീട് മക്കം ഫത്തിൻ്റെ സമയത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. അറബികളുടെ രീതി അനുസരിച്ച് അവർ സ്വന്തം കുടുംബങ്ങളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല. നമുക്കറിയാം അബൂ ത്വാലിബ്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണല്ലോ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സംരക്ഷിച്ചു. എന്നാൽ അബൂലഹബ് മാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. കച്ചവട സംഘമൊക്കെ വരുമ്പോൾ അവരോട് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ വില കൂട്ടി കൊടുക്കണമെന്ന്. എന്നിട്ട് അഥവാ അത് വാങ്ങിയില്ലെങ്കിൽ വരുന്ന നഷ്ടം ഞാൻ നികത്താമെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചുകൊണ്ടാവാം മറ്റൊരാളുടെയും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാത്ത പരിശുദ്ധ ഖുർആൻ അബൂലഹബിൻ്റെ മാത്രം പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചത്. 2ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ മാലും അവൻ സമ്പാദിച്ചതും അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല. മാൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്വത്തും, അതായത് അനന്തരാവകാശമായി കിട്ടിയതാവാം അല്ലാത്തതാവാം, ഒരാളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്വത്തും അടങ്ങുമെന്നാണ് ഭാഷാ പണ്ഡിതന്മാരുടെ വിശദീകരണം. എന്നാൽ മാ കസബ്, അവൻ സമ്പാദിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഈ അനന്തരാവകാശ സ്വത്തൊന്നും പെടില്ല. അതൊന്നും അവൻ സമ്പാദിച്ചതല്ലല്ലോ, അവനായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയതല്ല. അതുകൊണ്ട് മാ കസബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത സ്വത്താണ് പെടുക എന്നാണ് ഒരു വിശദീകരണം. ഇനി മൂല്യം കണക്കാക്കാൻ പറ്റുന്ന സമ്പാദ്യമാണ് മാൽ എന്നുള്ളത് ഉൾപ്പെടുക. അതേസമയം ഈ പേര്, പ്രശസ്തി പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാ കസബ, അവൻ സമ്പാദിച്ചത് എന്നതിൽ പെടുക എന്നുള്ള മറ്റൊരു വിശദീകരണമുണ്ട്. മാ കസബ എന്നതുകൊണ്ട് ഉദ്ദേശം മക്കളാണ്. കാരണം മക്കൾ എന്നതിന് കസ്ബ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയും വിശദീകരണമുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം ഉൾപ്പെടുമല്ലോ. കാരണം മാലും വന്നു, കസബും വന്നു, പിന്നെ അതിനകത്തൊന്നും പുറത്തു പോയിട്ടില്ല. അയാൾ സമ്പാദിച്ചു കൂട്ടിയതും അയാളുടെ കയ്യിലുള്ള, അയാളുടെ ഉടമസ്ഥതയിലുള്ളത് ഒന്നും തന്നെ അയാൾക്ക് ഉപകാരപ്പെട്ടില്ല, മക്കളും ഒക്കെ. അപ്പോൾ മക്കളെ കൊണ്ടോ ധനം കൊണ്ടോ അബൂലഹബിന് യാതൊരു ഉപകാരവും കിട്ടിയില്ല എന്നത് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആരാലും വെറുക്കപ്പെടുന്ന അദസ എന്ന ഒരു രോഗം പിടിപെട്ടാണ് അബൂലഹബ് മരണപ്പെട്ടത്. ശരീരമാസകലം വ്രണങ്ങളുണ്ടായി ദുർഗന്ധം വന്ന് ആരും അടുത്തേക്ക് ചെല്ലാതെയാണ് മരണപ്പെട്ടത്. ശവസംസ്കാര ചടങ്ങുകൾക്ക് പോലും ആളെ കിട്ടാതെ അവസാനം അബ്സീനിയയിൽ നിന്നോ മറ്റോ ഉള്ള കൂലിക്ക് ആളെ വിളിച്ചിട്ടാണ് ശരീരം മറവ് ചെയ്തതെന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാം. അതും ഒരു റിപ്പോർട്ടിൽ കാണാം, മക്കൾ ഒരു കുഴിയുണ്ടാക്കി ഒരു മരത്തിൻ്റെ ഒരു കമ്പെടുത്തുകൊണ്ട് അതിലേക്കങ്ങ് തോണ്ടിയിടുകയാണ് ചെയ്തത്, എന്നിട്ട് മണ്ണിട്ട് മൂടിയെന്നൊക്കെ. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പനാളുകൾക്കുള്ളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ തന്നെ അബൂലഹബ് പങ്കെടുത്തിട്ടില്ല. പകരം തനിക്ക് കടം തരാനുണ്ടായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അബൂലഹബിൻ്റെ പണത്തോടുള്ള ഒരു ആർത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബൂലഹബ് കച്ചവടക്കാരനാണ്, പണക്കാരനാണ്, അഹങ്കാരിയാണ്, വാശിക്കാരനാണ്, ഖുറൈശി പ്രമുഖനാണ്, പിശുക്കനാണ്. സിറിയയിൽ നിന്നും ഷാമിൽ നിന്നുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് മക്കയിൽ കച്ചവടം നടത്തും. അബൂലഹബിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബ്, മാതാവ് ലുബ്ന ബിൻത്ത് ഹാജിറിൽ കുസായിയ എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ് അബ്ദുള്ള, അബൂ ത്വാലിബ്, അബൂലഹബ്. ഇതിൽ അബ്ദുള്ളയുടെ മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം. അബൂലഹബിൻ്റെ ഭാര്യയുടെ പേര് അർവ എന്നാണ്, ഉമ്മു ജമീൽ എന്നാണ് വിളിപ്പേര്. ഇവർ അബൂ സുഫിയാൻ്റെ പെങ്ങളാണ്. അബൂ സുഫിയാനും ഉത്ബ എന്ന പേരിലൊരു മകനുണ്ട്. അബൂ സുഫിയാനും അർവയും ഹർബിൻ്റെ മക്കളാണ്, ഹർബ്. അബൂലഹബിൻ്റെ മക്കളാണ് ഉത്ബ, ഉത്തൈബ, മുഅത്തബ് എന്നിവർ. ഉത്തൈബ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയാണ്. പിന്നീട് വിവാഹമോചനം ചെയ്തു. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഉത്ബ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂമിനെയാണ്. പിന്നീട് വിവാഹമോചനം ചെയ്തു. ഈ ഉത്ബ എന്ന മകനും മുഅത്തബ് എന്ന മകനും പിന്നീട് മക്കം ഫത്ഹിൻ്റെ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയായ റുഖിയ റളിയല്ലാഹു അൻഹ മരിച്ച ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു.
ഒരേ സമയമല്ല, ഒരാൾ മരിച്ചിട്ടാണ് അടുത്ത ആളെ കല്യാണം കഴിച്ചത്. അങ്ങനെ സഹോദരിമാരെ ഒരേ സമയം കല്യാണം കഴിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷം അബൂലഹബ് മക്കളോട് പറഞ്ഞല്ലോ അവരുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യാൻ. അപ്പോൾ 2 പേരും അതനുസരിച്ചു, 2 മക്കളും. അതിൽ ഉതൈബ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തുപ്പുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മേലിൽ കൊണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല. എന്നിട്ട് സൂറത്തുൻ നജ്മിലെ ആയത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെയൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഉപയോഗിച്ച് ചീത്ത വിളിച്ചത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതൈബയ്ക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിൻ്റെ നായകളിൽ ഒന്നിന് ഇവനെ കീഴ്പ്പെടുത്താൻ സാധിക്കണേ എന്ന രൂപത്തിലാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉതൈബ വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട്. പിന്നീട് അബൂലഹബും മക്കളും അടങ്ങുന്നൊരു സംഘം ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ രാത്രിയായ സമയത്ത് ഒരു സ്ഥലത്ത് താവളമടിച്ചു. ആ നാട്ടുകാർ വന്ന് അവർക്ക് വിവരം കൊടുത്തു, ഇവിടെ വന്യമൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ. ആ സമയത്ത് അബൂലഹബ് പേടിയോടെ കൂടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കാരണം മുഹമ്മദിൻ്റെ പ്രാർത്ഥനയെ ഞാൻ പേടിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ അവിടെയുള്ള ആളുകൾ അവരുടെ ഒട്ടകങ്ങളുടെ നടുവിലാണ് ഉത്ബയെ കിടത്തിയത് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും രാത്രി ഒരു സിംഹം വന്ന് ആ ഒട്ടകങ്ങളുടെ വലയം മറികടന്ന് ഉതൈബയെ കടിച്ചു കൊന്നു. പ്രവാചകത്വത്തിന് മുമ്പ് അബൂലഹബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ അബൂലഹബിൻ്റെ 2 ആൺമക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂലഹബ് ഒരിക്കൽ പരിഹാസത്തോടെ പറയുന്നുണ്ട്, നീ പറയുന്ന പോലെ എൻ്റെ മരണശേഷം എനിക്ക് വീണ്ടും ഒരു ജീവിതമുണ്ടെങ്കിൽ എൻ്റെ ധനവും സമ്പാദ്യവും ഒക്കെ ഉപയോഗിച്ച് പടച്ചവൻ്റെ അടുത്ത് ഞാൻ രക്ഷപ്പെടുമെന്ന്. അപ്പോൾ ആ ഒരു പറഞ്ഞ പരിഹാസ വാക്കും ഇവിടെ അള്ളാഹു ഗണ്ണിക്കുകയാണ്. അവൻ്റെ ധനവും സമ്പാദ്യവും ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല എന്ന്. 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സയസ്ല നാറൻ ദാത്ത ലഹബ്, ജ്വാലകളുള്ള നരകത്തിൽ, ജ്വാലകളുള്ള തീയിൽ അവൻ കടന്നെരിയുക തന്നെ ചെയ്യും. നരകത്തിൻ്റെ ആഴവും വലിപ്പവും ഒക്കെ വളരെ വലുതാണ്. നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു കല്ല് താഴെ എത്താൻ 70 വർഷമെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. അത്രയ്ക്കും ആഴമുള്ള നരകത്തിൽ ഉണ്ടാകുന്നത് ഭീമാകാരമായ ജ്വാലകളായിരിക്കുമല്ലോ. ആ നരകത്തിൽ അവൻ കടന്നെരിയും. നല്ല ജ്വാലകളുള്ള തീയിൽ ആ നരകത്തിൽ അവൻ കടന്നെരിയും. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം നോക്കൂ. അബൂലഹബ് ലഹബിൽ കടന്നെരിയും, അല്ലെങ്കിൽ ലഹബ് ഉള്ള തീയിൽ കടന്നെരിയും. അബൂലഹബിൻ്റെ പേരിനോട് യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നരകത്തിൻ്റെ പേരും പറഞ്ഞത്. അബൂലഹബിനെ ലഹബുള്ള തീയിലേക്കിടും, അതായത് ലഹബുള്ള എന്ന് പറഞ്ഞാൽ ജ്വാലയുള്ള. അപ്പോൾ അബൂലഹബിനെ ജ്വാലയുള്ള തീയിലേക്കിടും, ലഹബ് ഉള്ള തീയിലേക്കിടും. ആ ഒരു ആയത്തിൽ ആദ്യം പറഞ്ഞത് അബൂലഹബാണ്, അവസാനത്തിൽ പറഞ്ഞത് ദാത്ത ലഹബ് എന്നുള്ളത് ജ്വാലയുള്ള ആ ഒരു തീയിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു പേരും അബൂലഹബിൻ്റെ പേരും നരകത്തിൻ്റെ പേരും യോജിപ്പിച്ചുകൊണ്ട് ആ ആയത്തിൽ രണ്ടും ഒരേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ആ ഒരു കാര്യം അവിടെ പറഞ്ഞു. 4-ാമത്തെയും 5-ാമത്തെയും ആയത്തിൽ അള്ളാഹു പറയാണ്, ഈ അബൂലഹബിന് മാത്രമല്ല ശിക്ഷ, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്, അവൻ്റെ വിറക് ചുമട്ടുകാരിയായ പെണ്ണിനും അവൾക്കും ഇതുപോലെ ശിക്ഷയുണ്ട്. അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഭാര്യ ഇണ എന്നൊന്നും ഉപയോഗിക്കാതെ അവൻ്റെ പെണ്ണ് എന്നാണ്, വംറഅതുഹു, അവൻ്റെ പെണ്ണിനും ശിക്ഷയുണ്ട്. ആ ഭാര്യ എന്നോ ഇണ എന്ന് പോലും ഉപയോഗിക്കാതെ ആ ഒരു വെറുപ്പാണ് അവിടെ കാണിച്ചത്. അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ളൊരു കയറുമുണ്ട്. നമുക്കറിയാം അബൂലഹബ് നല്ല പണക്കാരനാണ്. അങ്ങനെ ഒരു പണക്കാരൻ്റെ ഭാര്യയായിട്ടുള്ള ഉമ്മു ജമീൽ എങ്ങനെ വിറക് ചുമട്ടുകാരിയായി? മാത്രമല്ല ഉമ്മു ജമീൽ അബൂ സുഫിയാൻ്റെ പെങ്ങളുമാണ്. അബൂ സുഫിയാനും നല്ല പണക്കാരനാണ്. അപ്പോൾ ഭർത്താവും നല്ല പണക്കാരനാണ്, ആങ്ങളെയും നല്ല പണക്കാരനാണ്. പിന്നെ വിറകൊക്കെ ചുമന്ന് കൊണ്ടുപോയി അത് വിറ്റ് ജീവിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവുമോ? അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഈ ഒരു പദം അങ്ങനെ ഒരു വിറക് ചുമട്ടുകാരി ആയിട്ടല്ല എന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിലുള്ളതല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുത്ത വിശദീകരണം, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന വഴികളിലൊക്കെ മുള്ള് കൊണ്ടുപോയിട്ടിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശം. വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ ആ മുള്ളൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഇടുക. അതാണ് വിറക് ചുമട്ടുകാരി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പാട്ടൊക്കെ പാടി ആക്ഷേപിച്ചിരുന്നവർ. ഏഷണി പറഞ്ഞു നടക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ ഏഷണിയും ചുമന്ന് അങ്ങനെ നടക്കുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പോൾ വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ ഏഷണി പറഞ്ഞ് നടക്കുന്നവൾ എന്ന അർത്ഥത്തിലും ആവാം. പിന്നെ കഴുത്തിലൊരു കയറുണ്ട് എന്ന് പറഞ്ഞു. കഴുത്തിൽ ഒരു വിലപിടിപ്പുള്ള മാല ഉണ്ടായിരുന്നു.
അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ മുഹമ്മദിനെ ഉപദ്രവിക്കും, ആക്ഷേപിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. മാത്രമല്ല ദുനിയാവിലുള്ള കയറല്ല ഇവിടെ ഉദ്ദേശിച്ചത്, പരലോകത്ത് അവൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ കയറാണ് എന്ന് ചില മുഫ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പരലോകത്ത് അവളുടെ കഴുത്തിൽ 70 മുഴം നീളമുള്ള ഇരുമ്പിൻ്റെ ചങ്ങലയിടും, അതിങ്ങനെ ചുറ്റിയിടും എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം. മറ്റൊരു വിശദീകരണം, നരകത്തിൽ കത്തിപ്പോകാത്ത ഒരു കയറിൽ കെട്ടി ആ നരകത്തിൻ്റെ താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ പൊക്കും, വീണ്ടും താഴേക്ക് കൊണ്ടുപോകും, വീണ്ടും മേലേക്ക് പൊക്കും, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആ കയറിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഒരു സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെയും അബൂലഹബ് ജീവിച്ചിട്ടുണ്ടല്ലോ. തന്നെ ആക്ഷേപിക്കുന്നൊരു സൂറത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ടും ഇതിനെ ഒന്ന് തോൽപ്പിക്കാനെങ്കിലും അല്ലെങ്കിൽ അഭിനയമായിട്ടെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകളൊക്കെ ചോദിക്കൂലേ, ഇതെന്ത് ഖുർആനാണ്, ഇത്രയും നല്ലൊരു മനുഷ്യനാണോ നരകത്തിൽ പോകുന്നുള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. ശരിക്കും പല ആളുകൾക്കും ഖുർആനെ വിമർശിക്കാൻ തോന്നും. പക്ഷേ അബൂലഹബിന് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലല്ലോ. അവിടെ അള്ളാഹുവിന് അറിയാം അബൂലഹബ് എന്തായാലും മരണം വരെ ഈ മതം സ്വീകരിക്കൂല. അപ്പോൾ ഈ ഒരു ആയത്തുകൾ അറിഞ്ഞിട്ട് പോലും അബൂലഹബിന് ഒന്ന് അഭിനയിക്കാൻ പോലും തോന്നിയില്ല. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ പോലും ഈ ഖുർആൻ തെറ്റാണ് എന്ന് വേണമെങ്കിൽ ആളുകളോട് പറയാമായിരുന്നു. പക്ഷേ അതുപോലും പറയാനുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായില്ല. അത് അള്ളാഹുവിനറിയാം അദ്ദേഹം അങ്ങനെ പറയൂല, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കൂല. അപ്പോൾ ഇതും ഒരു അത്ഭുതമാണ്. ഏതായാലും നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. തബ്ബത് യദാ അബി, യദാ എന്നുള്ളിടത്ത് നീട്ടലുണ്ട്, അതിനുശേഷം അബി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു, അല്ലെങ്കിൽ നീട്ടലിന് ശേഷം ഹംസ വന്നു. അങ്ങനെയാവുമ്പോൾ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. വ്യത്യസ്ത പദത്തിലാണെങ്കിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ, ഒരേ പദത്തിലാണ് നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നതെങ്കിൽ നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം, അത് മദ് മുത്തസിലാവും. ഇവിടെ മദ് മുൻഫസിലാണ്, വ്യത്യസ്ത പദങ്ങളിലാണ്, അതുകൊണ്ട് നിർബന്ധമല്ല, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അപ്പോൾ തബ്ബത് യദാ അബി ലഹബിൻ വതബ്, അവിടെ ലഹബിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വതബ് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ വാവാണ്. അപ്പോൾ തൻവീന് ശേഷം വാവ് വന്നു, ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. അപ്പോൾ ലഹബിയോവ ലഹബിയോവ, ലഹബിൻ എന്ന് പറയില്ല, വെളിവാക്കൂല, ലഹബീം. ആ ലഹബിൻ എന്നുള്ളതിലെ നൂനിനെ പുറത്ത് കേൾക്കാൻ പാടില്ല. ലഹബിയോവ വതബ്, അവിടെ നോക്കൂ നിങ്ങൾ, വതബ് എന്നുള്ളിടത്ത് ഷദ്ദുള്ള ബ ആണ്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, നമുക്കറിയാം. കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കി പറയണമെന്ന് പറയാം. പക്ഷെ അത് 3 തരം വെളിവാക്കലുണ്ട് എന്ന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഷദ്ദുള്ള രൂപത്തിൽ വന്നു പാരായണം അവസാനിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ നല്ല കട്ടിയിൽ, അതികഠിനം, ഏറ്റവും നല്ല കട്ടിയിലാണ് പറയേണ്ടത്. വതബ് ദാലിക്കൽ യൗമുൽ ഹഖ് എന്നൊക്കെ പറഞ്ഞ പോലെ ഷദ്ദുള്ള കൽക്കലത്തിൻ്റെ അക്ഷരം അവസാനത്തിൽ വരുമ്പോൾ അതിനെ നല്ല കട്ടിയിൽ പറയണം, വതബ്. ഇനി ഏതെങ്കിലും പദത്തിൻ്റെ ഇടയിൽ വരുമ്പോഴോ, ഇപ്പോൾ ഹബിലുൻ എന്ന് പറഞ്ഞു, ഹബിലുൻ എന്നുള്ളിടത്ത് ഒരു പദത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഏറ്റവും ചെറിയ രൂപത്തിലുള്ളൊരു കട്ടിയിൽ പറഞ്ഞാൽ മതി, ഏറ്റവും ചെറിയ രൂപത്തിലുള്ളൊരു വെളിവാക്കൽ മതി, ഹബിലുൻ. അവിടെ വല്ലാതെ ഹബ്ബിലുൻ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, അവിടെ ചെറിയ രൂപത്തിൽ കട്ടിയിൽ പറഞ്ഞാൽ മതി. എന്നാൽ ഷദ്ദില്ലാതെ പാരായണത്തിൻ്റെ അവസാനത്തിൽ വരും. ബാക്കിയുള്ള എല്ലാത്തും അങ്ങനെയാണ്. വമാ കസബ്, അതേപോലെ ദാത്ത ലഹബ്, ഹമാലത്തിൽ ഹതബ്, ഹബിലുമ്മി മസദ്, അവിടെയൊക്കെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അവസാനത്തിൽ. പക്ഷെ അതൊന്നും ഷദ്ദുള്ള രൂപത്തിലല്ല, അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ. അപ്പോൾ ഇതേ സൂറത്തിൽ നമ്മുടെ കൽക്കലത്തിൻ്റെ 3 കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഏറ്റവും കട്ടിയിൽ പറയേണ്ട സന്ദർഭം ഷദ്ദുള്ള രൂപത്തിൽ പാരായണം അവസാനിക്കുന്നിടത്ത്, ഇടയിൽ വെക്കുമ്പോൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ, പിന്നെ പാരായണം അവസാനിക്കുന്നിടത്ത് ഷദ്ദില്ലാത്ത രൂപത്തിൽ വരിക, അത് ഒരു മീഡിയം ലെവലിൽ, ആവറേജ് ലെവലിൽ. അപ്പോൾ 3ഉം ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആയത്ത് മാ അഗ്ന അൻഹു, അൻഹു എന്നുള്ളിടത്ത് സുക്കൂനിലെ നൂന് വന്നു, അതിനുശേഷം ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, അൻഹു. അവിടെ ഹു എന്നുള്ള ഹാ ഉൽ അമീറിന് എന്ത് ചെയ്യണം, അതിനെ നീട്ടാൻ പാടില്ല. കാരണം അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണല്ലോ, സുക്കൂനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല, അതുകൊണ്ട് അതിനെ നീട്ടരുത്, അൻഹു എന്നേ പറയാവൂ. എന്നാൽ മാലുഹു എന്നുള്ളിടത്തുള്ള ഹാ ഉൽ അമീർ, ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവും 2 സ്ഥലത്തും ഹർക്കത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 സ്ഥലത്തും ഹർക്കത്ത് പറഞ്ഞാൽ ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പ് ലാമിന് ലമ്മ്, ശേഷം വാവിന് ഫത്ഹ്, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഹർക്കത്തുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ട് അതിനെ നീട്ടണം, 2 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാലുഹു, മാലുഹു കുറച്ച് നീട്ടുക, മാലുഹു എന്ന് പറഞ്ഞാൽ പോരാ, മാലുഹു. അതേസമയത്ത് അൻഹു എന്ന് പറഞ്ഞാൽ മതി, അവിടെ നീട്ടാൻ പാടില്ല. കാരണം അതിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ, ഒരു സ്ഥലത്ത് സുക്കൂനാണ്.
ഇനി വമാ കസബ് അവിടെ നമ്മൾ പറഞ്ഞു. സയസ്ല നാറൻ ദാത്ത, അവിടെ നാറൻ എന്നുള്ളിടത്ത് തെൻവീന്, അതിനുശേഷം ദാലാണ്. തെൻവീനിന് ശേഷം ദാല് വന്നാൽ ആ തെൻവീനിനെ ഇത് ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പം നാറൻ എന്ന് നൂനിനെ വെളിവാക്കി പറയാൻ പാടില്ല. നാറാത്ത നാറാത്ത ലഹബ്, അത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അവസാനത്തിലുള്ള കൽക്കലത്തിൻ്റെ അക്ഷരം പറഞ്ഞു. വമ്രഅത്തുഹു എന്നുള്ളതിൻ്റെ ഉള്ളിൽ 2 ഹംസകൾ കാണാം. നോക്കൂ, ആദ്യം വാവ് കഴിഞ്ഞ ഉടനെ ഒരു ഹംസയുണ്ട്, പിന്നെ റാ കഴിഞ്ഞിട്ടൊരു ഹംസയുണ്ട്. ഈ 2 ഹംസയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ആദ്യത്തെ ഹംസ അതിൻ്റെ മുകൾ ഭാഗത്തൊരു സ്വാദിൻ്റെ കഷ്ണമാണ്. രണ്ടാമത്തെ ഹംസ അതിൻ്റെ മുകളിൽ ഒരു ഐനിൻ്റെ കഷ്ണം പോലെ, ഒരു പക്ഷിയെ പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെ കാണാൻ പറ്റും. ഇത് രണ്ടും 2 ഹംസകളാണ്. ആദ്യത്തെ ഹംസയുടെ പ്രത്യേകത, ആ ഹംസ അതിൻ്റെ തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെടും, പിന്നെ അതിനെ ഉച്ചരിക്കാൻ പാടില്ല. എന്നാൽ രണ്ടാമത്തെ ഹംസ എല്ലാ സന്ദർഭത്തിലും ഉച്ചരിക്കണം, അതിൻ്റെ ഉച്ചാരണം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇപ്പോൾ ആദ്യത്തെ ഹംസ വാവ് കഴിഞ്ഞ ഉടനെയുള്ള ഹംസ, അവിടെ ആ ഹംസയുടെ തൊട്ട് മുമ്പ് വാവ് വന്നതുകൊണ്ടാണ് അതിന് ഉച്ചാരണം ഇല്ലാത്തത്. അതേസമയത്ത് അവിടെ വാവ് ഇല്ലായിരുന്നിരിക്കുക, തുടക്കം തന്നെ ഈ ഒരു ഹംസ വെച്ചിട്ടാണെങ്കിൽ ഇമ്രഅത്തു, അവിടെ ഈ എന്നുള്ള ഉച്ചാരണം അതിന് കിട്ടും. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അക്ഷരം വന്നതോടുകൂടി അതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു. പിന്നെ വാവ് കഴിഞ്ഞാൽ നേരെ മീമിൻ്റെ സുക്കൂന പറയാം, വമ്രഅത്തുഹു. അവിടെ അങ്ങനെ ഒരു അക്ഷരമേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് പറയാം. അത്തരം ഹംസകളെ ഹംസത്തു വസ്ൽ എന്നാണ് പറയാം, വമ്രഅത്തുഹു. അതേസമയത്ത് പിന്നീട് വന്ന റാഇൻ്റെ ശേഷം വന്ന ആ ഒരു ഹംസ ഉണ്ടല്ലോ, അതിന് മുമ്പിൽ ഐനിൻ്റെ ചെറിയ കഷ്ണം പോലെ കാണുന്ന, അത് എല്ലാ സന്ദർഭങ്ങളിലും ഉച്ചരിക്കുന്ന ഹംസയാണ്. അതിന് ഹംസത്തു ഖത്ഉ എന്നാണ് പറയാം. ഈ ഹംസകളൊക്കെ പല സ്ഥലത്തും നമ്മൾ കാണും. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടക്കത്തിലുള്ള അൽഹംദു, അവിടെ ആ എന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ശരിക്ക് അത് ഹംസത്ത് വസ്ലാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് വേറെ അക്ഷരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ എന്നുള്ള ഉച്ചാരണം കൊടുത്തത്. അതേസമയം അവിടെ വേറെ എന്തെങ്കിലും ഒരു അക്ഷരം വരികയെ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ആയത്തുമായിട്ട് കൂട്ടി പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ എന്നുള്ളത് നഷ്ടപ്പെടും, നേരെ ലാമിലേക്കാണ് പറയാം. അതേപോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അവിടെ തുടക്കത്തിലുള്ള ഹംസത്ത് വസ്ലാണ്. അവിടെ ഈ എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് വേറെ അക്ഷരങ്ങളോ ഒന്നും വരാത്തതുകൊണ്ടാണ്. അതിന് മുമ്പ് എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ വരികയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെടും. ശരി, വമ്രഅത്തുഹു ഹമ്മാലത്തൽ, മീമിൻ്റെ ശബ്ദ് മണിക്കണം, ഹമ്മാലത്തൽ ഹതബ്, അവിടെ കൽക്കലത്തിൻ്റെ അക്ഷരം നമ്മൾ പറഞ്ഞു. ഇനി ഹബിലും മിം മസദ് എന്നുള്ളടുത്ത് ഹബിലുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ്. തെൻവീനിന് ശേഷം മീമ് വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തെൻവീനിനെ തൊട്ട് ശേഷം വരുന്ന മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. അപ്പോൾ ഏത് മീമിലേക്കാണോ ലയിപ്പിക്കുന്നത് ആ മീമിന് ഷദ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കാം, ഹബിലും മിൻ, അവിടെ നോക്കൂ, ഹബിലു എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള മീമ് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് അവിടെ ഒരു ഷദ്ദുള്ള മീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും മിൻ എന്ന് പറയുമ്പോൾ ഷദ്ദില്ലാത്ത മീമാണല്ലോ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് മീമിന് ഷദ് ഇട്ടു? അവിടെ ആ ഹബിലുൻ എന്നുള്ളതിലെ ആ തൻവീനിനെ ഈ മീമിലേക്ക് ലയിപ്പിച്ചപ്പോൾ അതിന് ഷദ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഹബിലു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഷദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി, ഹബിലും മിൻ. അതേപോലെ തന്നെയാണ് മിൻ മസദ് എന്നുള്ളിടത്തും. അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നു, അപ്പോൾ ആ സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക. അപ്പോൾ ആ മീമിന് ഷദ് കിട്ടിയ രൂപത്തിൽ പറഞ്ഞാൽ മതി, മിം മസദ്. മസദ് എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു ദാലിന് സുക്കൂനിടുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇനി അവിടെ നോക്കൂ, ആ മസദ് എന്ന് കഴിഞ്ഞിട്ട് അവസാനത്തിലൊരു വാല് താഴേക്കുള്ളൊരു മീമുണ്ട്. എന്താണ് എൻ്റെ ഉദ്ദേശം? അതവിടെ പാരായണം നിർത്തുന്ന ആളുകൾക്കുള്ളതല്ല. നേരെ മറിച്ച് അടുത്ത സൂറത്തിലേക്ക് പാരായണം പോവുകയാണെങ്കിൽ, നിർത്താതെ പോവുകയാണെങ്കിൽ, പിന്നെ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മിയാണല്ലോ ചൊല്ലുക. അപ്പോൾ ഇവിടെ കൂട്ടി ഇതിലേക്ക് കൂട്ടിയിട്ടാണ് പിന്നെ ബിസ്മി പറയുക. അങ്ങനെ പറയുമ്പോൾ മസദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം വരുന്ന അക്ഷരം ബ ആണ്, ബിസ്മിയുടെ തുടക്കത്തിലുള്ള ബ ആണ്. അപ്പോൾ തെൻവീനിന് ശേഷം ബ വരുമ്പോൾ ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മറിക്കണം, ഇഖ്ലാബ് എന്ന് പറയും. അങ്ങനെ മീമാക്കി മാറ്റണം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മീമിട്ട് കൊടുത്തത്. അപ്പോൾ മസദിം ബിസ്മി, മസദിൻ എന്നല്ല മസദിം മീമിലേക്കാണ് പോവുക. മസദിം ബിസ്മില്ലാഹി, അങ്ങനെയാണ് അടുത്ത സൂറത്തിലേക്ക് പാരായണം ചെയ്ത് നിർത്താതെ പോകുമ്പോൾ അങ്ങനെയാണ് ഓതിപ്പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب
سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഗ്രാമർ നോക്കുകയാണെങ്കിൽ തബ്ബത്ത് എന്നുള്ളത് എന്തുകൊണ്ട് സ്ത്രീലിംഗമാക്കി ഉപയോഗിച്ചു? തബ്ബ എന്നാണ് പുല്ലിംഗം. തബ്ബത്ത് അവസാനത്തിൽ താ കൊടുക്കുമ്പോൾ അത് സ്ത്രീലിംഗമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അത് സ്ത്രീലിംഗമാക്കിയത്? അതിനുശേഷം വരുന്നത് എന്താണ്? എന്തിനെക്കുറിച്ചാണ് നശിക്കട്ടെ എന്ന് പറഞ്ഞത്? യഥാ, രണ്ട് കൈകൾ. ശരിക്കും അത് യഥാനി എന്നാണ്. എന്തുകൊണ്ട് യഥാ എന്നായി എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ യദുൻ എന്നുള്ളത് കൈ. നമ്മുടെ ശരീരത്തിലുള്ള ഇരട്ട അവയവങ്ങളുണ്ടല്ലോ, അതൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ കൈ, കണ്ണ്, കാല്, ഇതൊക്കെ ഇരട്ട അവയവങ്ങളാണ്. അപ്പോൾ യദുൻ എന്ന് പറയുമ്പോഴും അതുപോലെ ഉദുനുൻ എന്ന് പറയുമ്പോഴും റിജിൽ എന്ന് പറഞ്ഞാൽ കാല്, ഉദുൻ എന്ന് പറഞ്ഞാൽ ചെവി, അതേപോലെ ഐന് കണ്ണ്, ഇതൊക്കെ ഇരട്ട അവയവങ്ങളാണ്. ഇങ്ങനെയുള്ള ഇരട്ട അവയവങ്ങളൊക്കെ സ്ത്രീലിംഗ പദമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് ഇവിടെ ആ ഒരു സ്ത്രീലിംഗ പദം വന്നു, യഥാ എന്നുള്ള സ്ത്രീലിംഗ പദം വന്നു. അതുകൊണ്ട് തബ്ബ എന്ന് ഉപയോഗിച്ചാൽ പോരാ. കാരണം കത്തബ മുഹമ്മദുൻ എന്ന് പറയും, മുഹമ്മദ് എഴുതി എന്നുള്ളതിന്. എന്നാൽ കത്തബ ഫാത്തിമ എന്ന് പറയില്ല. അതൊരു സ്ത്രീലിംഗ പദം, ഒരു പെൺകുട്ടി എഴുതി എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ കത്തബത്ത്, ആ ഒരു ക്രിയയെയും സ്ത്രീലിംഗാക്കണം. കത്തബത്ത് ഫാത്തിമ എന്നാണ് പറയാം. അതേപോലെയാണ് ഇവിടെ തബ്ബ യഥാ എന്ന് പറയില്ല, തബ്ബത്ത് യഥാ എന്നാണ് പറയുക. കാരണം യഥാ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് തബ്ബ എന്നുള്ളതിനെ തബ്ബത്ത് എന്നാക്കി മാറ്റി. ഇനി യഥാ അബി എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ആ യദ് എന്നുള്ളതിനെ അബ് എന്നുള്ളതിലേക്ക് ചേർത്തു. അബൂലഹബിലേക്കാണ് ചേർത്തത്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ആ അബ് എന്നുള്ളതിനെ ഒറ്റയ്ക്കാണ് എടുക്കുക. അബിലേക്ക് ചേർത്തു യദിനെ. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ വീടിൻ്റെ വാതിൽ. അപ്പോൾ അബൂലഹബിൻ്റെ കൈകൾ, ആ രൂപത്തിൽ പറയുമ്പോൾ മുലാഫിൻ ലേഹിയാണ്. അപ്പോൾ യദ് എന്നുള്ളത് മുലാഫായിട്ടാണ് വന്നത്. അതായത് യദിനെ മറ്റൊന്നിലേക്ക് ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ ദ്വിവചനത്തിൻ്റെയും അതേപോലെ ജമ്മു മുദക്കർ സാലിമിൻ്റെയൊക്കെ അവസാനത്തിലുള്ള നൂന് കളയപ്പെടും. യദാനി എന്നാണ് ശരിക്ക്, അത് യഥാ എന്നാവും. ഇപ്പോൾ കലമു വലദിൻ എന്ന് പറയും. കലമു വലദിൻ, ഒരു കുട്ടിയുടെ പേന. അതേസമയത്ത് കലമാനി വലദൻ എന്നല്ല പറയാം, കലമാ വലദുൻ എന്നാണ് പറയാം, ഒരു കുട്ടിയുടെ രണ്ട് പേന എന്നുള്ളതിന്. അപ്പോൾ അവിടെ കലമാനി എന്നുള്ളതിലെ നൂന് കളയും. അതേപോലെയാണ് ഇവിടെ യദാനി അബി എന്ന് പറയില്ല, യദാനി എന്നുള്ളതിന് പകരം യഥാ എന്ന് ഉപയോഗിക്കുള്ളൂ, നൂന് കളയപ്പെടും. കാരണം അത് മുലാഫാണെന്ന് അർത്ഥം. ഇനി മുലാഫിൻ ഇലേഹി എന്താണ്? ആ അബു എന്നുള്ള പദമാണ് മുലാഫിൻ ഇലേഹി. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബു എന്ന് ഉപയോഗിക്കില്ല, അബി എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്തുകൊണ്ട് അബൂ ലഹബ് എന്ന് പറയാതെ അബീ ലഹബ് എന്ന് പറഞ്ഞു? അബു എന്നുള്ള ആ ഒരു പദം മുലാഫിൻ ഇലേഹിയുടെ സ്ഥാനത്താണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. അതുകൊണ്ടാണ് അബു എന്ന് പറയാതെ അബി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തോന്നാം അബൂലഹബ് ഒന്നിച്ചല്ലേ എടുക്കുക, അപ്പോൾ ആ അബൂലഹബിൻ്റെ ഒന്നിച്ചുള്ള അവസാനത്തിലല്ലേ അതിന് ജെറ് കൊടുക്കുക? അങ്ങനെയല്ല. ഇങ്ങനെ അബൂ അഹു എന്നൊക്കെ രൂപത്തിൽ വരുമ്പോൾ അത് അബൂ ബക്കർ, അത് അബീ ബക്കർ എന്നുള്ള രൂപത്തിലൊക്കെയാണ് വരിക. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അറബികൾ പരിഗണിക്കുക. അവിടെ അബൂ ലഹബ് എന്നുള്ളതിനെ ഒറ്റ ആളുടെ പേരാണെങ്കിലും അബ് എന്നുള്ള വാക്ക് വേറെ തന്നെ പരിഗണിക്കും. അപ്പോൾ അവിടെ യഥാ അബി, യഥാ അബു എന്നല്ല പറയാം, യഥാ അബി. അബി എന്ന് പറയാൻ കാരണം ആ അബു എന്നുള്ളതിനെ ജെറ് കൊടുത്തതാണ്. എന്തുകൊണ്ട് ജെറ് കൊടുത്തു? അത് മുലാഫിൻ ഇലേഹിയാണ്. ഇനി അബൂ ലഹബ് എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അബു എന്നുള്ളതിനെ ലഹബിലേക്ക് ചേർത്തു. അപ്പോൾ ലഹബ് എന്തായി? മുലാഫിൻ ഇലേഹിയായി. യഥാ അബി എന്ന് എടുത്തു കഴിഞ്ഞാൽ യഥാ എന്നുള്ളത് മുലാഫാണ്, അബി എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ്. ഇനി അബി ലഹബ് എടുത്തു കഴിഞ്ഞാൽ അബി എന്നുള്ളത് മുലാഫാണ്, ലഹബ് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ്. അപ്പോൾ ലഹബ് എന്നുള്ളതിന് ജെറ് കിട്ടണം, കാരണം അത് മുലാഫിൻ ഇലേഹിയാണല്ലോ. അതുകൊണ്ടാണ് ലഹബുൻ എന്നെഴുതാതെ ലഹബിൻ എന്നെഴുതാൻ കാരണം ആ ലഹബ് എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്. ഇനി അടുത്ത ആയത്തിൽ മാ അഗന അൻഹു മാലുഹു, മാ അഗന ഉപകരിച്ചില്ല, ഉപകരിച്ചില്ല എന്നുള്ളതൊക്കെ എന്തുപകരിച്ചില്ല? മാലുഹു, മാല് ധനം, ധനം ഉപകരിച്ചില്ല. അപ്പോൾ ധനം എന്നുള്ളത് അവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് മാലു എന്ന് റഫ് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫാഇൽ അല്ലെങ്കിൽ കർത്താവ് അതിനെപ്പോഴും റഫ് ആയിരിക്കും. സാധാരണഗതിയിൽ റഫ് എന്ന് പറയുമ്പോൾ ലമ്മാണ് കൊടുക്കുക. അതുകൊണ്ടാണ് മാലു എന്നെഴുതിയത്, അത് സബ്ജക്റ്റാണ്. ഇനി അടുത്ത ആയത്തിൽ സയസ്ല നാറൻ, സയസ്ല അവൻ കടന്നെയ്യുക തന്നെ ചെയ്യും. എവിടെ? നാറൻ, തീയിൽ. അത് മഫ്ഊൽ വസനാണ്. അതുകൊണ്ടാണ് അവിടെ നെസ്ബ് കൊടുത്തത്. നാറൻ എന്ന് നെസ്ബിട്ട് എഴുതാൻ കാരണം അത് മഫ്ഊലിൻ്റെ രൂപം വന്നതുകൊണ്ടാണ്. ഇനി ആ നാറിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദാത്ത എന്നുള്ളത്. നാറൻ, തീയ്. എങ്ങനെയുള്ള തീയാണ്? ദാത്ത ലഹബ്, ലഹബ് ഉള്ള. അപ്പോൾ ആ ഉള്ള എന്നുള്ള ദാത്ത എന്നുള്ളതാണ് അതിൻ്റെ വിശേഷണമായിട്ട് പറയാം, സിഫത്തായിട്ട് പറയാം. അതുകൊണ്ട് നാറൻ അതിന് നെസ്ബ് കിട്ടി, ദാത്ത അത് നെസ്ബിൻ്റെ രൂപത്തിൽ എഴുതി. ദാത്തു, ദാത്തി എന്നൊന്നല്ലോ, ദാത്ത എന്ന്
നെസ്ബ് ഫത്തഹ് ഇട്ട് എഴുതാനുള്ള കാരണം അത് നാറൻ എന്നുള്ളതിൻ്റെ വിശേഷണമായതുകൊണ്ടാണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അപ്പോൾ നാറൻ എന്നുള്ളതിന് നെസ്ബാണ്, അതുകൊണ്ട് ദാത്ത എന്നുള്ളതിനും നെസ്ബുള്ള രൂപത്തിലാണ് എഴുതിയത്. ഇനി ആ ദാത്ത ലഹബ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ദാത്ത എന്നുള്ളതിനെ ലഹബിലേക്ക് ചേർത്തു. അതുകൊണ്ട് ലഹബ് എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് ലഹബിൻ എന്നെഴുതിയത്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഹമ്മാലത്ത് എന്നുള്ളത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. വംറഅതുഹു അവൻ്റെ പെണ്ണും. എങ്ങനെയുള്ള അവസ്ഥയിലുള്ള പെണ്ണ? ഹമ്മാലത്ത്, അവൾ ചുമട്ടുകാരിയാണ്. അപ്പോൾ അതൊരു ഹാലാണ്, അവസ്ഥയാണ്. ഈ ഹാലിൻ്റെ പദങ്ങൾ നെസ്ബുള്ള രൂപത്തിലാണ് എഴുതുക. അതുകൊണ്ടാണ് ഹമ്മാലത്ത് ഹമ്മാലത്ത എന്നെഴുതിയത്. ഹമ്മാലത്തി എന്നോ ഹമ്മാലത്തു എന്ന് എഴുതാതെ ഹമ്മാലത്ത എന്ന് എഴുതാനുള്ള കാരണം അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെസ്ബ് കൊടുക്കേണ്ട ആവശ്യം അത് ഹാലിൻ്റെ പദമായിട്ടാണ് വന്നത്. ഇനി ഹമ്മാലത്ത് എന്നുള്ളതിനെ ഹത്തബിലേക്ക് ചേർത്തു. വിറകിൻ്റെ ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹത്തബ് എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് ഹത്വബി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. അല്ലെങ്കിൽ അതിന് ജെറ് കൊടുക്കാനുള്ള കാരണം അത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഫീ ജീദിഹ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. അതുകൊണ്ടാണ് ജീദു എന്നെഴുതാതെ ജീദി എന്ന് എഴുതിയത്. ഫീ ജീദി, അവിടെ കസ്റാനുള്ള കാരണം ഫീ വന്നതുകൊണ്ടാണ്. ഹബിലും മിൻ മസദ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിനിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും. അതുകൊണ്ടാണ് മസദിൻ എന്ന അവസാനത്തിൽ കസ്ർ തൻവീനിട്ട് എഴുതാനുള്ള കാരണം ആ മിന്ന് വന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.